അട്ടപ്പാടി തട്ടിക്കൊണ്ടുപോകൽ കേസിൽ 4 പ്രതികൾ അറസ്റ്റിൽ. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പണമിടപാടെന്ന് പോലീസ്. 3 ദിവസം ക്രൂരമർദ്ദനത്തിനിരയായെന്ന് പരാതിക്കാരൻ അർഷാദ് കേരള വിഷൻ ന്യൂസിനോട്. അത്യാവശ്യം നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട്. റിസോർട്ടിൽ വെച്ചിട്ട് അടിക്കായിരുന്നു. 2 റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. എങ്ങനെ വിട്ടയച്ചത്? എങ്ങനെയാ? അവർ ബൈക്കിലാണ് എന്നെ വൈത്തിരി ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടായിരുന്നു. കൊച്ചി ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നേരെ നഴ്സിംഗ് റാഗിംഗ് എന്ന് പരാതി. നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന ഇരയായ വിദ്യാർത്ഥി കേരള വിഷൻ ന്യൂസിനോട്. ആദ്യം മുഖത്തവര് 2 അടി വന്ന്. അപ്പൊ ഞാൻ മുഖത്തടിച്ചപ്പോ ഞാൻ പറഞ്ഞു മോച്ചട പാട് വീഴും, വീട്ടിൽ പോകാന്ന് പറഞ്ഞോണ്ട് മൊത്തം പുറത്ത് അടിക്കുകയും തൊഴിക്കുകയും കാലില് ഡ്രസ് ഹാങ്ങർ സ്കെയിലൊക്കെ വെച്ച് അടിക്കുകയായിരുന്നു. അന്വേഷണം ആരംഭിച്ച് ചേരാനല്ലൂർ പോലീസ്. 2 സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ആമഴഞ്ചാൽ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന റെയിൽവേ. ടണലിൽ അടിഞ്ഞത് റെയിൽവേ ഭൂമിയിലെ മാലിന്യമല്ലെന്ന് ഡിവിഷൻ മാനേജർ. മാലിന്യ നീക്കത്തിന് അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. മന്ത്രിമാരും MLA-മാരും മേയറും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ ശക്തം. വടക്കൻ കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കാൻ നിർദ്ദേശം. മഴക്കെടുതികളിൽ 5 മരണം. കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 4 പേരെയും രക്ഷപ്പെടുത്തി. പാറക്കെട്ടിൽ കുടുങ്ങിയത് പുഴയിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ. കുടുങ്ങിക്കിടന്നവരെ കരക്കെത്തിച്ചത് 2 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്ന വിവാദത്തിൽ പ്രതികരണവുമായി സംഗീതജ്ഞൻ രമേശ് നാരായണൻ. ആസിഫ് അലിയെ താൻ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ല. ജയരാജന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങണമെന്ന ആഗ്രഹം കൊണ്ട് ചെയ്തതെന്ന വിശദീകരണം. വിവാദമായത് ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് വാങ്ങാൻ വിസമ്മതിച്ചത്.